അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയാണ് നേപ്പാളിൽ ജെൻസി പ്രക്ഷോഭം അരങ്ങേറിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി രാജിവെച്ചു പോയി. പകരം ഒരാളെ അവിടേക്ക് അവരോധിക്കുന്നു, സുശീല. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മന്ത്രിസഭയിൽ കയറാനായിട്ട് എത്തുന്നവരുടെ എണ്ണം വളരെയധികം കൂടുകയാണ്. എന്ന് വെച്ചാൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പോകുന്ന നീക്കത്തെ ഛിന്ന ഭിന്നമാക്കുന്ന നിലപാട് വലിയ പ്രതിസന്ധിയല്ലേ നേപ്പാൾ കാത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും. നേപ്പാൾ പക്ഷേ ഒരു കലാപം ഉണ്ടാക്കുന്നതിലും ആ കലാപം അവസാനിപ്പിക്കുന്നതിലും കാണിച്ച ജാഗ്രതയുണ്ടല്ലോ, അത് വളരെ അത്ഭുതപ്പെടുത്തി നമ്മളെ. കലാപം അപ്രതീക്ഷിതമായിട്ടാണ് ഉണ്ടായത്. വളരെ നമ്മൾ ഒരു ധാരണയും ലോകത്തിന് കൊടുക്കാതെയാണ് കലാപം തുടങ്ങിയത്. അത്ര തന്നെ വേഗത്തിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അവർക്ക് അവരുടേതായ ഒരു നേതാവിനെ തന്നെ തൽക്കാലത്തേക്ക് എങ്കിലും അവരുടെ പ്രധാനമന്ത്രിയായിട്ട് അവർ ജസ്റ്റിസ് സുശീല അല്ലേ, ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സുശീല കർക്കി, അവരെ അവതരിപ്പിക്കുകയും ചെയ്തു. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയുടെ ഒരു പ്രതികരണമാണ്. നരേന്ദ്രമോദിയുടെ പ്രതികരണം കണ്ടല്ലോ. അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദി തന്നെ അഭിവാദ്യം ചെയ്ത ആദ്യത്തെ കാര്യം, ഈ കലാപം നടന്ന് ദിവസങ്ങൾക്കുള്ളിൽ അവിടെ പുതിയ പ്രധാനമന്ത്രി വന്നു. ആ പ്രധാനമന്ത്രിയെ മുഴുവൻ കലാപകാരികൾ ഒരുപോലെ പിന്തുണച്ചു. ആർക്കും വിയോജിപ്പില്ല. അവർ അധികാരം ഏറ്റെടുത്തു. പിന്നെ പിറ്റേന്ന് ഇതേ കലാപകാരികൾ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ആ നാട് മുഴുവൻ ശുദ്ധീകരിക്കുകയാണ്. നരേന്ദ്രമോദി അവരെ അഭിവാദ്യം ചെയ്തു. ഇതൊരു മഹത്തായ മാതൃകയാണ്. ഇന്നലെ വരെ ആർത്ത് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് നാട് മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി ജനനേതാക്കന്മാരെ ആട്ടി ഓടിച്ച് തകർത്ത് കളഞ്ഞ ഒരു ജനതയുണ്ടല്ലോ, അതേ ജെൻസി തലമുറ പിറ്റേന്ന് സ്വന്തം നാട് വൃത്തിയാക്കാൻ അവർ തന്നെ ഉണ്ടാക്കിയ വൃത്തികേടുകളും അവശിഷ്ടങ്ങളും ഒക്കെ ശുദ്ധീകരിക്കാനും മുന്നോട്ട് പോകുന്നൊരു കാഴ്ച നേപ്പാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണ്. പക്ഷേ ഈ കാര്യം ശരിയാണ്. നേപ്പാളിലെ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നേപ്പാൾ അതിശക്തമായ ഒരു റോയൽ സപ്പോർട്ടുള്ള ഈ രാജാക്കന്മാരെ പിന്തുണക്കുന്ന ഒരു മനസ്സാണ് നേപ്പാളിൻ്റെ ഒരു മനസ്സ്. ഇപ്പോഴും ഈ കലാപം നടക്കുമ്പോഴും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് നേപ്പാളിലെ മഹാഭൂരിപക്ഷം ജനതയും ഈ കലാപത്തെ പിന്തുണച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഈ KP ശർമ്മ ഒലി അധികാരത്തിൽ വന്നത് ഏറ്റവും ഒടുവിലത്തെ അവിടുത്തെ എല്ലാ വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കൂട്ടായ്മയാണല്ലോ ഇദ്ദേഹം. അതെ, മാവോയിസ്റ്റുകളുടെ, ലെനിനിസ്റ്റുകളുടെ, മാർക്സിസ്റ്റുകളുടെ ഒക്കെ കൂടി ഒരു കൂട്ടായ്മയാണല്ലോ. പക്ഷെ അതിനു മുമ്പ് ഏതാണ്ട് 1950 വരെ അവിടെ തുടർച്ചയായി രാജഭരണമാണ്. രാജഭരണത്തിൽ ക്രമേണ വെള്ളം ചേർത്തിട്ടാണ് ആദ്യം 2 വിപ്ലവങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. ഒന്ന് 1990 ഒരു കലാപം ഉണ്ടായി. അന്ന് ജൻ ആന്തോളൻ എന്നാണ് വിളിക്കുക. ഒരു ജനശക്തി മൂവ്മെൻ്റാണ്, പീപ്പിൾസ് മൂവ്മെൻ്റാണ്. 1990 അവിടെ ഒരു കലാപം ഉണ്ടായി. 2006 ഒരു കലാപം ഉണ്ടായി. ഈ 2 കലാപത്തിൽ 90 കലാപത്തിലൂടെ ഈ രാജഭരണത്തോടൊപ്പം ഏതാണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി സഭ കൂടി ഉണ്ടായി. എന്നാൽ അപ്പോഴും ഒരു പഞ്ചായത്ത് സംവിധാനം ഉണ്ടായിരുന്നു. പരമാധികാരം അപ്പോഴും ഇതിൻ്റെയൊക്കെ മീതെ രാജാവ് തീരുമാനിക്കുന്ന ഒരു കൗൺസിലിനാണ് എന്നുള്ള അവസ്ഥയുണ്ടായിരുന്നു. 2006 90 നിന്ന് 2006 വിപ്ലവത്തോടു കൂടിയാണ് സമ്പൂർണ്ണമായി രാജാധിപത്യം അപ്പോഴും പേരിന് രാജാവ് ഉണ്ടായിരുന്നു. 950 കൂടി പൂർണ്ണമായി. ഇപ്പോൾ ഈ രാജാവ് 50 തൊട്ട് തന്നെ രാജാവിനെതിരായുള്ള ഒരു വികാരം വന്നെങ്കിലും 2008 കൂടി രാജാധിപത്യം പൂർണ്ണമായിട്ട് അവസാനിച്ചു. അപ്പോൾ 2008 രാജാധിപത്യം അവസാനിച്ചിട്ട് വന്നതാണ് ഈ ജനാധിപത്യം. അതിൻ്റെ ഒരു സമ്പൂർണ്ണതയാണ് ഇപ്പോൾ, അതിൻ്റെ ഒരു വളർച്ചയുടെ അങ്ങേ അറ്റമാണ് ഇപ്പോൾ നമ്മൾ 2025. അപ്പോൾ 2008 തൊട്ട് 2008 സമ്പൂർണ്ണമായി അവസാനിച്ച രാജാധിപത്യം പോയതാണ് ആ നാടിൻ്റെ സകല കുഴപ്പമെന്ന് വിശ്വസിക്കുന്നുണ്ട് ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും. അതുകൊണ്ടാണ് രാജഭരണം വേണമെന്ന് പറയുന്നത്. യെസ്, ഈ കലാപത്തിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷം ആളുകളും ജെൻസിക്കാരുടെ നേതൃത്വമല്ല, ജെൻസിയുടെ കലാപത്തെ പിന്തുണച്ചുകൊണ്ട് ഈ നേപ്പാളി ജനത മുഴുവനും രംഗത്ത് വന്നതിൽ മഹാഭൂരിപക്ഷം ഇപ്പോഴും രാജഭരണം പ്രതീക്ഷിക്കുന്നവരാണ്. അപ്പോൾ അഴിമതിരഹിതമായ ഒരു ഭരണമായിരുന്നു രാജകാലത്ത് ഉണ്ടായെന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ വന്നപ്പോഴാണ്, ജനാധിപത്യ ഭരണം വന്നപ്പോഴാണ് ഈ അഴിമതി ജനകീയമായത്. ജനങ്ങൾക്ക് കൺമുമ്പിൽ കാണുകയാണ്. 2-3 കാര്യങ്ങളാണ് അവിടുത്തെ കലാപത്തിന് കാരണമായത്. ഒന്ന് ഈ പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹം രാജാക്കന്മാരെക്കാളും ജനവിരുദ്ധരായിത്തീരുന്നു. അവർ വലിയ അഴിമതിക്കാരായിത്തീരുന്നു. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ മുഴുവൻ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളൊക്കെ അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അഴിമതിയുടെ കേന്ദ്രങ്ങളായിത്തീരുന്നു.
വേറൊന്ന് വികസനം സമം കമ്മീഷൻ. അതാണല്ലോ നമ്മുടെ നാട്ടിലെ മുദ്രാവാക്യം. ഇത് തന്നെയാണ്. നിർമ്മാണ പ്രവൃത്തിയുടെ കമ്മീഷൻ പറ്റുന്ന ഏറ്റവും വലിയ ഏജന്റുമാരായിട്ട് രാഷ്ട്രീയക്കാർ മാറുന്നു. നാലാമത്തെ കാര്യം, ഈ രാഷ്ട്രീയക്കാരുടെ മക്കളൊക്കെ തന്നെ വലിയ ധൂർത്തന്മാരും ആഡംബരക്കാരുമായിത്തീരുന്നു. അവർ പൊതുസ്വത്ത് കൊള്ളയടിച്ച് ധൂർത്തടിക്കുന്നു. അവർക്ക് എഴുതുന്നതാണ് ഈ അതിസമ്പത്ത് അല്ലേ? അതാണ്, അതൊരു ചോദ്യമാണ്. പാവപ്പെട്ട മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ തൊഴിലില്ലാതെ കഷ്ടപ്പെടുമ്പോൾ, ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ നേതാക്കന്മാരുടെ മക്കൾ വലിയ വലിയ ആർഭാടത്തിൽ ജീവിക്കുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ ഇഷ്യൂ ഉണ്ടായത്. അവസാനത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്, ശർമ്മ ഒലിയുടെ ഗവൺമെൻറ് എന്താ വിചാരിച്ചത്? സോഷ്യൽ മീഡിയ ഇല്ലാതാക്കിയാൽ, സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ അടങ്ങിക്കോളും. അങ്ങനെയാണ് സോഷ്യൽ മീഡിയക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ തീരുമാനിച്ചു. നിയന്ത്രണം എങ്ങനെ? നേപ്പാളിൽ രജിസ്റ്റർ ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. സോഷ്യൽ മീഡിയ നേപ്പാളിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒന്ന്, ഒരു നേപ്പാളി പൗരനെ അപേക്ഷിക്കണം. രണ്ട്, നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയുള്ള ഒരു കമ്പനി ആയിരിക്കണം ഈ സോഷ്യൽ മീഡിയ നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ കമ്പനി ഇത് അംഗീകരിക്കൂ? അതുകൊണ്ട് ആരും കാര്യമായി രജിസ്റ്റർ ചെയ്യാൻ പോയില്ല. രജിസ്റ്റർ ചെയ്യാൻ സെപ്റ്റംബർ 4 വരെ, കഴിഞ്ഞ 4-ാം തീയതി വരെ അവസരം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആരും ഭൂരിപക്ഷം പേരും അംഗീകരിച്ചില്ല. അതുകൊണ്ട് അവരെ നിരോധിക്കാൻ തീരുമാനിച്ചു. നിരോധിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്, സർക്കാരിനെ വിമർശിക്കുക മാത്രമല്ല സോഷ്യൽ മീഡിയ ചെയ്യുന്നത്, പുതിയ തലമുറ സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുക കൂടി ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓൺലൈൻ, ഇൻ്റർനെറ്റ്, ഒരുപാട് തരത്തിൽ ജീവിക്കുന്നവരാണ്. അതോടുകൂടി അവർ പട്ടിണിയിലായി, അവരിറങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ സോഷ്യൽ മീഡിയയെ മനസ്സിലാക്കുന്നതിലുള്ള പരാജയം കൂടിയാണ് കലാപത്തിൻ്റെ ഒരു കാരണം. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് ആണ് അവിടെ ജെൻസി ജെൻസി എന്ന് പറഞ്ഞാൽ ജനറേഷൻ കണക്റ്റഡ് എന്നാണ്. എന്നുവെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ കണക്റ്റഡ് ആയ ഒരു ജനറേഷനാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നൊരു പ്രത്യേകത ഇതാണ്, ഈ കലാപം തീർക്കുന്നതിൽ, കലാപത്തിന് ശേഷം അവരുണ്ടാക്കിയ മുഴുവൻ അവശിഷ്ടങ്ങളും നീക്കുന്നതിൽ, ആ നേപ്പാളിനെ ശുദ്ധീകരിക്കുന്നതിലൊക്കെ അവർ മാതൃകയാണ്. പക്ഷെ പ്രശ്നം ഈ പറഞ്ഞതാണ്, ആര് മന്ത്രിമാരാവും, ആരൊക്കെ മന്ത്രിമാരാവും? പ്രശ്നമുള്ളത് ജനമനസ്സ് ഈ രാജാധിപത്യം തിരിച്ചു വരണമെന്നാണ്. എന്നാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ രാജാധിപത്യത്തിന് അനുകൂലമല്ല. ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴും സൗകര്യം അഴിമതിക്കാരായ ജനാധിപത്യ ഭരണകൂടം ഉണ്ടാവാനാണ്. രണ്ട്, ജെൻസി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരാണ്, ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും എതിരാണ്. പക്ഷേ രാജാധിപത്യത്തിന് അനുകൂലമല്ല. അവർക്ക് സംശുദ്ധമായ ഒരു പൊതുപ്രവർത്തകർ അധികാരത്തിൽ വരണം, രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വരണം, ജനാധിപത്യ രീതി തന്നെ വരണമെന്നുണ്ട്. ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ജനാധിപത്യ രീതിയിൽ വരണമെങ്കിൽ പിന്നെ ആര്? ഭരണകക്ഷിയിലോ പ്രതിപക്ഷത്തിലോ പെട്ടവരല്ലാത്തവരാര്? അല്ലാത്തവർ എത്ര പേരുണ്ടാവും? അപ്പോൾ എണ്ണം കൂടും. ഞാൻ ആ കക്ഷിയിലും ഇല്ല, ഈ കക്ഷിയിലും ഇല്ല, ഞാൻ വരാം, ഞാൻ കമ്മ്യൂണിസ്റ്റും അല്ല, നേപ്പാളി കോൺഗ്രസും അല്ല എന്നൊക്കെ പറയാമല്ലോ. പക്ഷേ അങ്ങനെ വരുമ്പോൾ ആളുകളുടെ എണ്ണം, ആ കൂട്ടത്തിൽ ആര് കൊള്ളാവുന്നവൻ, അവന് ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവില്ല, പുതുതായിട്ട് മന്ത്രിമാരെ വെക്കുന്നതിൻ്റെ റിസ്ക് അതുണ്ട്. ഇനി രാജാധിപത്യം കൊണ്ടുവരണം എന്നാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ടരൊന്നും അനുകൂലിക്കുകയില്ല. എന്നാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സമരം നയിച്ചവർ, ഈ സമരത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചവർ, ഈ ഭരണകൂടത്തെ ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രിയെ നിയമിച്ചവർ, അവരൊന്നും രാജാധിപത്യത്തിന് അനുകൂലമല്ല. ഈ ഒരു കൺഫ്യൂഷനും വല്ലാത്തൊരു കൺഫ്യൂഷനാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ യുവജന ശക്തിയുടെ ഒരു പ്രതീകാത്മകമായ വിജയമാണ് അവിടെ നേടിയത്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ രൂപീകരിക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രാജഭരണം തിരിച്ചു വരണം എന്ന് പറയുന്ന അവരോട് ഈ പറയുന്ന ഇന്ത്യൻ നിലപാട് ഏതാണ്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. പക്ഷെ ഒരു രാജഭരണം തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ ഈ സുശീല കർക്കി എന്ന് പറയുന്ന താൽക്കാലിക പ്രധാനമന്ത്രി അധികാരമേൽക്കുമ്പോൾ അവർ പറയുന്നുണ്ട് മാർച്ചിൽ ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തും, ഇലക്ഷൻ നടത്തും എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ താൽക്കാലിക ഗവൺമെൻറ്റിൽ പോലും മന്ത്രിമാരാകാൻ ആൾക്കാർ നമ്മൾ ഇടി കൂടുന്നു എന്ന് പറയുമ്പോൾ മാഷിപ്പോൾ ഈ പറയുന്ന പോലെ ഈ അഴിമതിയുടെ രുചി ആസ്വദിച്ച കുറേ ആൾക്കാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കിയവരുണ്ട്. അവർക്കും ഇതിലേക്ക് ഉൾപ്പെടണം, പങ്കാളിയാകണം എന്ന് ആഗ്രഹിക്കുന്നു. ഇത് തമ്മിൽ വീണ്ടും തർക്കങ്ങൾക്കിടയാക്കില്ലേ? തീർച്ചയായിട്ടും. അല്ല, എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഗവൺമെൻറ് നിലപാട് ഇതിൽ വളരെ തന്ത്രപരമാണ്. ഇന്ത്യ ഗവൺമെന്റ് ഒരിക്കലും നേപ്പാളിലെ കലാപത്തെ അപലപിച്ചിട്ടില്ലല്ലോ. ഇല്ല. നമ്മൾ ബംഗ്ലാദേശ് കലാപത്തെ അപലപിച്ചിട്ടുണ്ട്, നമ്മൾ ശ്രീലങ്ക കലാപത്തെ അപലപിച്ചിട്ടുണ്ട്, ഇന്ത്യ ഗവൺമെന്റ് അപലപിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നേപ്പാളിലെ ഗവൺമെൻറ് ഏറ്റവും ഒടുവിൽ ഒലി ഗവൺമെൻറ് അതിശക്തമായി ഇന്ത്യ വിരുദ്ധ വികാരം പ്രചരിപ്പിച്ചവരാണ്. അതിന് കാരണമുണ്ട്. ഇപ്പോൾ ഷാങ്ഹായ് കൗൺസിൽ നടന്നല്ലോ, കോപ്പറേഷൻ കൗൺസിൽ വന്നു ചൈനയിൽ. അവിടെ ചെന്നിട്ട് ഒലി ആകെ ഉന്നയിച്ച ഇഷ്യൂ നമ്മുടെ അതിർത്തി തർക്കമാണ്. ഈ എന്താണ് എന്താ പറയുക, ലിബുലേക്ക് ഉണ്ടല്ലോ, ലിബുലേക്ക് കൊറിഡോർ ഉണ്ടല്ലോ,
3 രാജ്യങ്ങളുടെ അതിർത്തി സംഗമസ്ഥാനാണത്. ചൈനയുടെയും ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും. ഈ ലിബുലേക്ക് എന്ന് പറയുന്ന കൊറിഡോർ നേപ്പാളിൻ്റെതാണെന്ന് അവർ പറയുന്നുണ്ട്, ഇന്ത്യയുടേതാണെന്ന് നമ്മളും പറയുന്നുണ്ട്. ഈ തർക്കം തീർക്കണമെന്ന് പറഞ്ഞു ഷാങ്ഹായ് കൗൺസിലിൽ ചെന്നിട്ട് ഒലി. അതിന്റെ കാരണം എന്താ, ചൈന ഇന്ത്യയിലേക്ക് വ്യാപാര ബന്ധം നടത്തണമെങ്കിൽ ഈ വാഹനങ്ങൾ ലിബുലേക്ക് വഴി കടന്നു പോകും, അത് പറ്റില്ല എന്ന് നേപ്പാൾ പറയുന്നത്. അതാണ് നേപ്പാൾ. അവിടെ അപ്പോൾ പക്ഷേ ചൈന തള്ളിക്കളഞ്ഞു പറഞ്ഞു. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഒലി തിരിച്ചു വന്നിട്ടും കടുത്ത ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നു അവിടെ. അതേ മാത്രമല്ല, ഇന്ത്യയിലേക്ക് അദ്ദേഹം നടത്താൻ തീരുമാനിച്ച സന്ദർശനം സ്വമേധയാ റദ്ദാക്കി ഒലി. അപ്പോൾ ആ സമയത്താണ് കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. കടുത്ത ഇന്ത്യ വിരുദ്ധമായ പ്രസ്താവനകളുമായി ഷാങ്ഹായ് കൗൺസിലിന് ശേഷം, സമ്മിറ്റിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നപ്പോഴാണ് ഈ കലാപം ഉണ്ടാകുന്നത്. ഈ കലാപം ഉണ്ടാക്കുന്നതിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ ഡീപ് സ്റ്റേറ്റ് ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആവശ്യമുള്ള നേരത്ത് ഇന്ത്യക്ക് ആവശ്യമെന്ന് തോന്നുന്ന നാടുകളിൽ കലാപം ഉണ്ടായ ചരിത്രമുണ്ട്. ആ ഉണ്ടാക്കുന്നതിൽ ഇന്ത്യയും അത്ര പുറകിലൊന്നുമല്ല. അത് ഒരു ഭരണകൂടത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗവുമാണ്. അജിത് ഡോവലിനെ പോലുള്ളവർ ലോകത്തിലെ പല രാജ്യങ്ങളിലും നുഴഞ്ഞു കയറിയിട്ട് മാസങ്ങളോളം താമസിച്ചിട്ടുണ്ട്, അവിടുത്തെ ഒരു പുൽക്കൊടി പോലും അറിയാതെ. അങ്ങനെയുള്ള കടുത്ത അതിബുദ്ധിമാന്മാരായ സുരക്ഷാ സംവിധാനമുള്ള ഒരു രാജ്യം ഒരു പക്ഷേ നേപ്പാളിലെ കലാപത്തിൽ പങ്കുവഹിച്ചിട്ടില്ല എന്ന് നമ്മുടെ രാജ്യം പറയാൻ പാടില്ല, രാജ്യസ്നേഹികൾക്ക് പറയാം. വേറൊരു കാര്യം കൂടി എനിക്ക് തോന്നിയത്, നേപ്പാളിൽ സമാധാനം വരട്ടെ എന്നാണ്. കലാപം നടക്കുമ്പോഴും നമ്മൾ പറഞ്ഞത് നേപ്പാളിൽ സമാധാനം വരട്ടെ എന്നാണ്. സമാധാനം വന്നു എന്ന് കണ്ടപ്പോൾ ആദ്യം സ്വാഗതം ചെയ്തത് നമ്മളാണ്. അതെ, ഇപ്പോഴും കലാപകാരികൾ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ കടുത്ത ഇന്ത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെൻറ് മാറണം എന്ന് ആഗ്രഹിച്ച കൂട്ടത്തിലാണ് നമ്മളും. പ്രത്യക്ഷമായോ പരോക്ഷമായോ കലാപത്തിൽ നമ്മൾ പങ്കുവഹിച്ചു എന്നൊന്നും നമുക്കിപ്പോൾ പറഞ്ഞുകൂടാ. പക്ഷേ ആ കലാപം അനിവാര്യമായിരുന്നു എന്ന് ഇന്ത്യ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഉത്തമ വിശ്വാസം, ഇനി അവിടെ അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു ഗവൺമെൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ നേരിട്ടാൽ മറ്റാരെക്കാളും മുമ്പേ ഇന്ത്യ ഗവൺമെൻറ് നേപ്പാളികളെ സഹായിക്കാനുള്ള സന്മനസ് നരേന്ദ്രമോദി ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സഹായത്തോടു കൂടി സുസ്ഥിരമായൊരു ഗവൺമെൻറ് അധികം വൈകാതെ നേപ്പാളിൽ വരുമെന്ന് വേണം കരുതാൻ. രാജഭരണത്തെ തിരിച്ചു കൊണ്ടുവരിക എളുപ്പമല്ല. രാജഭരണം നമ്മൾ ആഗ്രഹിച്ചാൽ പോലും, പിന്നെ രാജഭരണത്തിൻ്റെ ഒരു പാരമ്പര്യ കാലത്ത് പോലും ഇന്ത്യക്ക് അത്ര അനുകൂലമായ നിലപാട് സ്വീകരിച്ച രാജാക്കന്മാർ കുറവാണ്. ഓർമ്മയുണ്ടോയെന്നറിയില്ല, നേപ്പാളിലെ ഒരു രാജാവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സ്വന്തം മോന് വെടിവെച്ചു കൊന്നൊരു ചരിത്രമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ പെൺകുട്ടിയെ ആ രാജകുമാരൻ പ്രണയിച്ചത് ആ രാജകുടുംബത്തിന് ഇഷ്ടമായില്ല എന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ ചരിത്രം നോക്കിയാൽ രാജവാഴ്ച നമുക്കത്ര ഗുണകരമായിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷേ ശർമ്മ ഒലിയുടെ വാഴ്ച നമുക്ക് മാറേണ്ടതായിരുന്നു. അത് മാറേണ്ടതാണ്. ഇന്ത്യയുടെ താല്പര്യത്തിനോ നല്ലതാണ്, ഇന്ത്യക്ക് സമാധാനം കിട്ടാനോ നല്ലതാണ്. തീർച്ചയായിട്ടും നേപ്പാളിൽ സമ്പൂർണ്ണമായ സമാധാനം വരട്ടെ എന്നാണ് നമ്മുടെ നരേന്ദ്രമോദിയുടെ പ്രാർത്ഥന. തീർച്ചയായിട്ടും സമാധാനം വരുത്താനുള്ള നീക്കങ്ങളും നടപടികളും നിർദ്ദേശങ്ങളും ജാഗ്രതയും കാവലും സുരക്ഷയും ഒക്കെ ഇന്ത്യ ഒരുക്കി കൊടുക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഔദ്യോഗികമായി അംഗീകരിച്ചില്ലെങ്കിലും ഡോവലിൻ്റെ കരുനീക്കമാണ് നേപ്പാളിലെ മന്ത്രിസഭാ മാറ്റത്തിന് ഒരു കാരണമായെന്ന് പറഞ്ഞാൽ യാതൊരു തർക്കവുമില്ല. അത് ഏത് സാമാന്യ ബോധമുള്ള ഇന്ത്യക്കാരനും അത് കാണുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ചില കാര്യങ്ങൾ എപ്പോഴും വിളിച്ചു പറയാൻ ഗവൺമെൻറ്റിന് പറ്റില്ല. അന്താരാഷ്ട്ര ധാരണകളൊക്കെ അനുസരിച്ച് ഈ ഡീപ് സ്റ്റേറ്റ് അമേരിക്കക്കാർക്ക് മാത്രമേ അറിഞ്ഞൂടൂ എന്നൊന്നും ട്രംപ് വിചാരിക്കേണ്ടതില്ല. ഈ പണി അറിയാവുന്നവർ ഏത് പണിയിലും ട്രംപിൻ്റെ ഏത് വേലയിലും ഇപ്പോൾ ട്രംപിനേക്കാൾ മീതെയാണ് ഇന്ത്യയുടെ നിൽപ്പ്. അതാണ് നേപ്പാളിൽ നിന്നുള്ള ഒടുവിലത്തെ പാഠം എന്ന് വേണം നമുക്ക് കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.